ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് ഞാനൊരു റിവ്യൂ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് കറക്റ്റ് 1 മന്തായി. അപ്പോൾ എൻ്റെ ഹെയറിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതൊരു ക്വിക്ക് വീഡിയോ ആയിട്ട് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കാരണം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസമായി. ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചെയ്ത വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ ഇങ്ങനെ പണ്ടത്തെ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു, ചൂല് പോലെ ഇരിക്കും. അത് കഴിഞ്ഞ് ഒരു +2 ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും, +2 കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കയറാൻ പോയപ്പോഴത്തേക്കും എൻ്റെ ഹെയർ ആണെങ്കിൽ ഇങ്ങനെ അടിവശം ഇങ്ങനെ കേളായിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെ, നല്ല ലെങ്ത് ഉണ്ടായിരിക്കും, പക്ഷെ ഇങ്ങനെ കേളായിട്ട് ഇങ്ങനെ മടങ്ങി കിടക്കും. എനിക്കത് ഒട്ടുമേ ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ കിടക്കുന്നത് ദേഷ്യം. ഞാനപ്പോൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ താഴ്ത്തി വെച്ച് നോക്കുമ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ട്, പക്ഷെ ഞാൻ വീണ്ടും വളഞ്ഞിങ്ങനെ മേലോട്ടു. അത് എന്തങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറേ നാൾ കോംബ് ചെയ്യാതൊക്കെ ഇരുന്നപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. അപ്പം എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ തന്നെ കാരണം. മുടിയുടെ സ്ട്രക്ചർ മാറ്റണം എന്നുള്ളൊരു ചൂല് പോലെ ഇങ്ങനെ കോല് പോലെ ആക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ബോട്ടോക്സ് ചെയ്തത്. അപ്പോൾ ബാക്ക് ടു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ റിവ്യൂയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നല്ല ബൾക്കായിട്ട് ഹെയർ പോകുന്നുണ്ട്. അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓൾറെഡി എൻ്റെ തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ബോട്ടോക്സ് ചെയ്തത്. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും പിന്നെയും ഡാൻഡ്രഫ് വരും. അപ്പോൾ ആ ഡാൻഡ്രഫിൻ്റെ കാരണം കൊണ്ടാകാം മേ ബി എൻ്റെ മുടിയിൽ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്, ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. ഇല്ല ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, ഇതേപോലെ എൻ്റെ ഹെയർ ഫോൾ നിൽക്കുമോ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ചോദിച്ചപ്പോൾ പറഞ്ഞു, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി മാറ്റാനോ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് അല്ല. ഹെയർ ഫോൾ പഴയതുപോലെ ഉണ്ടാവും, പഴയ പൊയ്ക്കൊണ്ടിരുന്ന പോലെ ഉണ്ടാവും. മുടി കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആൻഡ് ഷൈനി ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വ്യത്യാസമുള്ള, അല്ലാണ്ട് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹെയർ ഫോള് ഇല്ലാതിരിക്കുമോ, ആ ഹെയർ ഫോള് അങ്ങനത്തെ പ്രശ്നം മീൻസ് ഹെയർ ഫോള് മൊത്തത്തിൽ കൺട്രോൾ ആവുമോ, അങ്ങനൊന്നും ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി അതിൻ്റെ തലയിൽ നന്നായിട്ടുള്ള ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലാണ്ട് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ല. പിന്നെ ഹെയറിൻ്റെ കാര്യത്തിലോട്ട് പറഞ്ഞു വന്നാൽ, ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ഇതാണ്. മറ്റെന്ന് പറഞ്ഞാൽ എപ്പോഴും ചീകി വൃത്തിയാക്കി ഇങ്ങനെ കേളൊക്കെ മാറ്റി വൃത്തിയാക്കി വെക്കണമായിരുന്നു, ഷാമ്പും കണ്ടീഷണറും ഒക്കെ ഇട്ട്. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ എഴുന്നേറ്റ് ഒന്ന് കോംബ് ചെയ്തില്ലാതെ ഞാനൊന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ആക്കിയാലും എൻ്റെ ഹെയർ ഞാൻ വിചാരിക്കുന്ന പോലെ വരും. അതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ബോട്ടോക്സ് ചെയ്തതിൽ. പിന്നെ ഈ ഒരു ഹെയർ ഫോൾ ഉണ്ടായിരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെല്ല പ്രൊഫഷണൽസിൻ്റെ ഷാമ്പു ആൻഡ് കണ്ടീഷണറാണ്. അത് കെമിക്കൽ ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരു 2 ഡേയ്സ് 2 പ്രാവശ്യം ഞാൻ തല കുളിക്കും. പിന്നെ എനിക്ക് തലയ്ക്ക് ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ തലയ്ക്ക് നല്ല ചൂടാണ്, തലയ്ക്ക് ഭയങ്കര വേർപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കുളിക്കും. പിന്നെ ഞാൻ ഓയിൽ യൂസ് പണ്ട് തൊട്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇവിടെ നോക്കി സംസാരിക്കുന്ന പണ്ട് തൊട്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓയിൽ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ എനിക്കൊരു ഓയിൽ സജസ്റ്റ് ചെയ്തു. പക്ഷെ ഞാനത് പാകിച്ചില്ല. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ കുറച്ച് നോക്കി, അത്യാവശ്യ സാഹചര്യമായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഞാൻ തലയിലിട്ടു. പക്ഷേ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ നിങ്ങളാരും യൂസ് ചെയ്യരുത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹെയറിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ എനിക്ക് ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞാലും നല്ലൊരു ഇതായിട്ട് കിടക്കുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് വന്നാൽ നല്ല ആ കേൾസ് മറ്റേത് ഞാൻ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഹെയർ ഇങ്ങനെ കേളായിട്ട് നന്നായിട്ട് ചുരുണ്ട ഹെയർ ആയിട്ട് ഇങ്ങനെ കിടക്കും. അത് കാണുന്നതേ എനിക്കിഷ്ടമല്ല. എനിക്ക് ചുരുണ്ട മുടി എനിക്കിഷ്ടമേ അല്ല. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ഹെയർ ഫോൾ ഉണ്ട്. അത് മേ ബി നല്ല ഡാൻഡ്രഫിൻ്റെ ആണ്. പിന്നെ എൻ്റെ തലയ്ക്ക് ചൂടൊന്നും അധികം പെട്ടെന്ന് താങ്ങാൻ പറ്റത്തില്ല. എൻ്റെ തലയ്ക്ക്
ഭയങ്കര വിഷമമാണ്. നല്ല നല്ല വേർത്തൊക്കെ ഇരിക്കുന്നു, നല്ല ചൂടൊക്കെ വരുന്നതും. പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 വീലർ ഓടിക്കുന്ന ആളാണ്. ഓഫ് കോഴ്സ് ഞാൻ ഹെൽമെറ്റ് വയ്ക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ ഡാൻഡ്രഫിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് വെക്കുമ്പോൾ ഡാൻഡ്രഫ് കൂടും, ഓഫ് കോഴ്സ് ഹെയർ ഫോൾ ഉണ്ടാവും. അങ്ങനത്തെ ഹെയർ ഫോൾ എനിക്കുണ്ട്. അല്ലാണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഭാഗമായിട്ടാണ് ഹെയർ ഫോൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെന്താണ്, ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു ഹെയർ സ്പാ അതേപോലെ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് അതിനൊന്നും ടൈം കിട്ടിയില്ല. ഇനി എനിക്കൊന്ന് സലൂണിൽ പോകണം. പിന്നെന്താണ്, പിന്നെ ഹെയറിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പിന്നൊന്നുമില്ല. ആ ഉടക്കൊക്കെ മാറി. പണ്ടത്തെ ആ ഒരു പണ്ട് മുടി നന്നായിട്ട് ഉടക്കാവുമായിരുന്നല്ലോ. ഇപ്പം അങ്ങനത്തെ ഉടക്കൊന്നും ആവാറില്ല. നമ്മൾ വണ്ടിയിലൊക്കെ പോയാലും ഉടക്കാവും, പക്ഷെ നമുക്കത് പെട്ടെന്ന് മാറ്റാനുള്ളൊരു ഇതുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ഉടക്കായാലും ഭയങ്കര പ്രശ്നമാണ് മുടിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ. ഹെയറിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഓഫ് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കരുതെന്ന് ഞാൻ പറയില്ല. ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങൾ ഹെയറിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങളുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ കാണിച്ചിട്ട് ഏത് ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് തരുന്ന ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഞാനിപ്പോൾ എനിക്ക് ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നോക്കി, ബോട്ടോക്സിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് നോക്കി. ഇപ്പോൾ കെരാറ്റിൻ അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ബോട്ടോക്സ് ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തതാണ്. എനിക്ക് പിന്നെ ഓൾറെഡി കല്യാണമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ കല്യാണം ആകുമ്പോഴത്തേക്കും എനിക്ക് മുടി അങ്ങനെ മറ്റു രീതിയിൽ കിടക്കുന്ന എനിക്ക് ഭയങ്കര ആ രീതിയിൽ ചുരുണ്ടിങ്ങനെ കിടക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ കല്യാണം കണ്ട് ഓടിപ്പോയി പെട്ടെന്നൊന്ന് ബോട്ടോക്സ് ചെയ്തതാണ്. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഫോൾ മേ ബി ഡാൻഡ്രഫിൻ്റെ ആയിരിക്കും. അതിന് എനിക്കൊന്ന് ഡോക്ടറിനെ ഒന്ന് കാണിക്കണം. അപ്പോൾ കാണിച്ചിട്ട് എന്താണെന്നുള്ള ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ കേട്ടിട്ട് വേണം എനിക്ക് അടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ. അപ്പം ചിലപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് സലൂണിലൊന്ന് പോയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഹെയർ ഫോൾ ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഹെയർ ഫോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിൻ്റെ ആയിരിക്കില്ല, ഡോക്ടറിനെ ഒന്ന് കാണിച്ചു നോക്ക്, ബയോട്ടിനോ അല്ലെങ്കിൽ എങ്ങനെ വിറ്റമിനോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെയാണോ ഹെയർ ഫോൾ ഉള്ളതെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഡോക്ടറിനെ കാണിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം ആയിട്ട് ഇത്രയൊക്കെയാണോ വന്ന മാറ്റങ്ങൾ. ഹെയർ നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് കിടക്കുന്നുണ്ട്, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അന്ന് കുറച്ചുകൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടി കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ സ്മൂത്താണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഹെയറിൽ വന്നിട്ടുള്ള ഡിഫറൻസ്. ഹെയർ നന്നായിട്ട് തന്നെ കിടക്കുകയാണ്. എനിക്കിഷ്ടമാണ് ഈ ഹെയർ. കണ്ടോ, എനിക്ക് ഈ ഹെയർ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോസ് ഷെയർ ചെയ്ത് കസിൻസിനെ കൊണ്ടും ഫ്രണ്ട്സിനെ കൊണ്ടും ഫാമിലിയെ കൊണ്ടും റിലേറ്റീവ്സിനെ കൊണ്ടും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.